പ്രോഗ്രാം നമ്മളിപ്പോൾ ഒരു സീസൺ ഇപ്പം കഴിഞ്ഞ മാസം ഫുൾ പ്രോഗ്രാംസ് ആയിരുന്നു. ഇപ്പം ഒരു 2 ആർട്ട് ഫോം അരങ്ങേറ്റം കഴിഞ്ഞു. അല്ല 3 ആർട്ട് ഫോമും അരങ്ങേറ്റം കഴിഞ്ഞു. ഭരതനാട്യം, കുച്ചിപ്പുടിയും മോഹിനിയാട്ടത്തിലും കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ആൾക്കാരെ കൊണ്ട് പിന്നെ ഒരു പെർഫോമൻസ് ചെയ്യിപ്പിച്ചാണ് ഇപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ട് ആചാര്യ അമ്പലത്തിൽ വെച്ച് ഭയങ്കര സന്തോഷം. യൂഷ്വലി ഡാൻസ് സ്കൂളിൽ നമുക്ക് സ്റ്റേജസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. എല്ലാ കുട്ടികൾക്കും അത് പഠിച്ചു തുടങ്ങുമ്പോഴേ സ്റ്റേജ് കളിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ പണ്ടുള്ള ഒരു സിസ്റ്റമിൽ അങ്ങനെയല്ല. നമുക്ക് കുറേ കാലം വെയിറ്റ് ചെയ്താണ് ഒരു സ്റ്റേജ്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. പക്ഷേ ഇന്നിപ്പം ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് സ്കൂളിൽ ബിഗിനേഴ്സിന് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 സ്റ്റേജോളം അവരെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റി. അവരുടെ കോൺഫിഡൻസും അതിൽ നല്ലോണം ബിൽഡായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളാണ് ഇന്നിവിടെ പെർഫോം ചെയ്തത്. ഓൾമോസ്റ്റ് 51 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷമുള്ള ഒരു ഡേ ആണെന്ന്. ആൻഡ് മീഡിയ ഒക്കെ കവർ ചെയ്യാൻ വന്നതും ആക്ച്വലി വളരെ ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും ക്ലാസിക്കൽ ഡാൻസേഴ്സും ഇതുവരെ ഡാൻസ് സ്കൂളിൻ്റെ കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ താങ്ക്സ് ടു ഈച്ച് വൺ ഓഫ് യു. ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ? മുമ്പ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം മറ്റേ സീരിയലിലൊക്കെ കയറിയതിന് ശേഷം ബ്രേക്ക് എടുത്തു. കാരണം ക്ലാസ് റെഗുലറായിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ. അപ്പം ഞാൻ ചേട്ടനൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഡാൻസ് പരമായിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്? അതെ ഡെഫിനറ്റ്ലി. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ ഫുൾ സപ്പോർട്ടാണെന്ന് മനസ്സിലായത്. അതും ഒരു റീസൺ. പിന്നെ ചേട്ടൻ്റെ മക്കളെ ഞാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. ചേട്ടൻ്റെ അഭിനയമൊക്കെ ഇപ്പം ചക്കപ്പഴത്തിലൊക്കെ ഉണ്ടായിരുന്നു. ചക്കപ്പഴത്തിൽ നിർത്തി ഇപ്പം കൗമുദിയിലാണ് പുതിയൊരു സീരിയലിൽ വരുന്നു. അതിൻ്റെ ചേച്ചി അങ്ങനെ അഭിനയിക്കാനൊക്കെ വിടുന്നു, അങ്ങനെ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്? അങ്ങനെ വലിയ താല്പര്യമില്ല. അങ്ങനെ അങ്ങനെയൊന്നുമില്ല, വിടാറൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ ട്രിവാൻഡ്രത്ത് തന്നെ സിക്കോൺ ചെയ്യുന്നതാണ് ഫാമിലിക്ക് എല്ലാവർക്കും സൗഭാഗ്യം എന്നല്ല. ഇതിപ്പോൾ എൻ്റെ ചേട്ടൻ തൊട്ട് എൻ്റെ മോളാണ് ഏറ്റവും കുഞ്ഞ് ഇവിടെ വീട്ടിൽ. എല്ലാവർക്കും ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ വിടാതെ ഒന്നുമില്ല. ആദ്യമൊക്കെ റീൽസൊക്കെ ഒരുപാട് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ. ഡാൻസ് ക്ലാസ്, യൂട്യൂബ്, ഇതൊക്കെയാണ് ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ ആ മേഖലയിൽ നിൽക്കുന്നു. ചേട്ടൻ മൾട്ടി ടാലൻറ്റഡ് ആണ്, അതുകൊണ്ട് ചേട്ടൻ എല്ലാ ഏരിയയിലും. ചേട്ടൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ? അയ്യോ, അത് ഒരുപാട് വർഷങ്ങൾ മുമ്പാണ്. ഞാനൊരു 4th സ്റ്റാൻഡേർഡ് തൊട്ട് പഠിക്കുന്നു. 6th സ്റ്റാൻഡേർഡ് ഇപ്പം നേരത്തെ സൗഭാഗ്യം പറഞ്ഞല്ലോ. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഒരു വർഷം പഠിച്ചിട്ട് 6 മാസത്തിൽ രംഗപ്രവേശനം നടക്കില്ല. ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെയാണ് അരങ്ങേറ്റമൊക്കെ നടന്നത്. നിങ്ങൾ രണ്ടും ഒരുമിച്ച് ഒരു സിനിമയോ ഒരു സീരിയലോ കിട്ടിയാൽ ചെയ്തിരുന്നു. കിട്ടുമ്പോൾ നോക്കാം. നല്ല ഓഫറാണ്, ഡെഫിനറ്റ്ലി ചെയ്യുക. നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സീരിയൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. വീണ്ടും ഇപ്പോൾ കുറച്ച് ട്രിവാൻഡ്രത്ത് വന്നുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഉടനെ ചെയ്യണം ഉള്ളൊരു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പെർഫോമൻസിനെക്കാൾ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു സ്റ്റേജ് ആയിക്കോട്ടെ എന്നുള്ളതാണ്. ആക്ച്വലി ഇതെല്ലാം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ പെർഫോമൻസ് ആയിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. അപ്പം സ്റ്റുഡൻസിന് കൂടുതൽ സ്റ്റേജസ് കിട്ടട്ടെ, അവർക്ക് സ്റ്റേജ് എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പം അത് കിട്ടുന്നുണ്ട്, അതിൽ വളരെയധികം സന്തോഷം. ഈ ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ട് എത്ര വർഷമാണ്? ഇപ്പോൾ ഒരു 47 years ആയി. 47. അമ്മ തുടങ്ങിയതാണ്? അമ്മൂമ്മ സ്റ്റാർട്ട് ചെയ്തതാണ്. ശ്രീ മൂകാംബിക ഡാൻസ് അക്കാഡമിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അത് എൻ്റെ അച്ഛൻ വന്ന് ഏറ്റെടുക്കുമ്പോൾ അത് ശിവാലയമായിട്ട് മാറി. അതിനുശേഷം ഇപ്പോൾ താര കല്യാൺ ഡാൻസ് അക്കാഡമി ബൈ സൗഭാഗ്യ എന്നാണ് എൻ്റെ ഹസ്ബൻഡ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അമ്മയെ അമ്മയ്ക്ക് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് അമ്മ വരാത്തത്. താങ്ക് യു.